ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോസൊക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിത് ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഹൽവ ഉണ്ടാക്കാനായി 1 കപ്പ് പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് ഉണക്കി വെച്ചതാണിത്. 1/2 കപ്പ് നെയ്യ്, പഞ്ചസാര, ഏലക്കപ്പൊടി. ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമാണ്. ബദാം ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ പരിപ്പ് വേവിക്കാനായിട്ട് പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രഷർ കുക്കർ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ പരിപ്പ് വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല. ഇനി ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പരിപ്പിലെ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി ഒരു 3 വിസിൽ വരുന്നവരെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരയാണ്. കൂടുതൽ മധുരം വേണമെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര വരെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി പഞ്ചസാരയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ പഞ്ചസാരയിലേക്ക് കാണുന്ന പോലെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ പരിപ്പ് അതിൽ കിടന്നൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. കൈ എടുക്കാതെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പരിപ്പും പഞ്ചസാരയും കൂടെ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന നെയ്യ് ഒരു 4 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വീണ്ടും കുറച്ചുകൂടി തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വീണ്ടും കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഹൽവ ഏകദേശം നല്ല കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന പോലെ. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഹൽവ ഈ കാണുന്ന പോലെ നല്ല തിക്കായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പാല് ചേർത്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഹൽവ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഹൽവ ഇപ്പോൾ നല്ലതുപോലെ തിക്കായി പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ഹൽവ പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ ചെറിയ പ്ലേറ്റിലോ ബൗളിലോ ആക്കി സ്പൂൺ കൊണ്ട് നമുക്ക് കോരി കഴിക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. റെഡിയായ ഹൽവ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൽവ കേക്ക് ടിന്നിൽ ഇട്ടതിന് ശേഷം സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. റെഡിയായ ഹൽവയുടെ പുറത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സ് വിതറി കൊടുക്കാം. ഇനി ഹൽവ നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടി നമുക്കൊരു 3-4 മണിക്കൂർ മാറ്റി വെക്കാം. എന്നാൽ മാത്രമേ നല്ല കഷ്ണങ്ങളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഞാനിവിടെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് മുറിച്ചെടുത്ത ഹൽവ കഷ്ണങ്ങളാണിത്. അപ്പോൾ നമ്മുടെ രുചികരമായ ഹൽവ റെഡിയായി കഴിഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു
റെസിപ്പിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക്